വളരെ എളുപ്പത്തിൽ നമുക്കൊരു പ്രസൻറ്റേഷൻ വളരെ സ്റ്റൈലിഷ് ആയി തന്നെ ഉണ്ടാക്കാം. എങ്ങനെയെന്നല്ലേ, ഇതേപോലെ നമ്മൾ കണ്ടില്ലേ, ഇതേപോലെ നമുക്കൊരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഞാനൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. അതിന് ശേഷം ഞാനെന്ത് ചെയ്തു, അത് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു ഷേപ്പ്, പർട്ടിക്കുലർ ഷേപ്പ്, ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലെടുത്തു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി എടുത്തു. ഒരു 3 കോപ്പീസ്, ഒന്നും പിന്നെ അതിന് 2 കോപ്പീസ് ആക്കിയിട്ടെടുത്തു. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പിക്ചർ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് എന്താക്കി ഓരോന്ന് റീഅറേഞ്ച് ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കുകയാണ്. ഇത് പ്രസൻറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ അധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മെത്തേഡാണ്. അത് കാണുന്നവർക്കും കുറച്ച് ഇതായി തോന്നും, ഭംഗിയായി തോന്നും. അതുമാത്രമല്ല, നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ കൂടിയാണ് നല്ലൊരു പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ഞാനിതിന് മുന്നേ പ്രസൻറ്റേഷൻ സ്ലൈഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമുക്ക് ഷേപ്പ്സൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം എല്ലാ ഷേപ്പും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിംഗ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരും, ഗ്രൂപ്പിംഗ് കൊടുത്തിട്ട് ചെയ്യണം. അല്ലെങ്കിൽ വരുന്ന സൈഡ് എഫക്റ്റ് ഇത് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോർമാറ്റാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് എടുക്കുക. അതിൽ ഫില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ റിമൂവ് ചെയ്യുക. ഒരു ഭംഗി എനിക്ക് കിട്ടില്ല ലൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് കൊടുക്കുമ്പോൾ. അതേപോലെ തന്നെ എന്തെങ്കിലും കുറേ 3D ഫോർമാറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ വാട്ടെവർ എന്താണ് നമുക്ക് അറേഞ്ച്മെൻ്റ് ആക്കി വേണ്ടത്, ബ്ലർ കൊടുക്കണം, അതൊക്കെ നമുക്ക് അതിലേക്ക് അവൈലബിൾ ആണ്. ഫോർമാറ്റ് കൊടുക്കുമ്പോൾ, ഫോർമാറ്റ് ഷേപ്പ് ഒന്ന് കൊടുക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ശേഷം നമ്മൾ ലൈന് റിമൂവ് ചെയ്യുക. ഔട്ട്സൈഡായിട്ടുള്ള ലൈന് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് പിക്ചറിൻ്റെ ഇത് കൊടുക്കാം. പിക്ചർ നമുക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി വന്നത്. അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. സോ നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ് കിട്ടുന്നത് നമ്മൾ ഫോട്ടോ കൊടുത്ത ശേഷം. ഇത് പറയുന്നത് നമുക്ക് വളരെയധികം ഭംഗിയിൽ നമുക്ക് വളരെ അധികം അനിമേഷൻസൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അനിമേഷൻ കൊടുത്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള പ്രസൻറ്റേഷൻ സ്ലൈഡ്സ് കിട്ടും. ഇത് ഞാൻ ഒന്ന് എക്സ്ട്രാ ഒന്നുകൂടി ഒരു ഷേപ്പ് കൊണ്ട് എടുത്തിട്ട് ഞാനതിൻ്റെ ബാക്കിൽ ഒരു പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, ബാക്കിലോട്ട് ഇടാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ബാക്കിലോട്ട് ഒരു ഷേപ്പിനെ ബാക്കിലോട്ട് വെച്ച ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. ഷേപ്പ് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെയായിരിക്കും. പിന്നെ പ്രസൻറ്റേഷൻ ജസ്റ്റ് ഞാൻ കാണിച്ച് തരികയാണെങ്കിലാണ് നമുക്ക് ഒരു ഷേപ്പ് എടുത്തിട്ട് അതിൽ നമുക്ക് പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അങ്ങനത്തെ ഒക്കെ കാണിച്ച് തരികയാണ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് വേർഡ് ആർട്ടിലും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. 2 മെത്തേഡിലൂടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിൽ വേർഡ് ആർട്ട് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫോർമാറ്റൊക്കെ അവൈലബിൾ ആണ് ഓൾറെഡി. നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വരച്ചിട്ട് അതിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഹോം പേജിൽ പോയിട്ട് നമുക്ക് അതിനെ ടൈംസ് ന്യൂ റോമനോ അല്ലെങ്കിൽ ലിബ്രിയോ അതിനെന്താ നമുക്ക് ഷേപ്പ് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അതിലൊരു ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നെഗറ്റീവ് ആട്ടോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. സോ ഇത് ഞാൻ ഒരു വേർഡ് ആർട്ടിൽ നിന്നാണ് എടുത്തത്. നമുക്ക് അതിൻ്റെ ഷേപ്പ്, കളർ ഒക്കെ മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് തന്നെ മാറ്റി കൊടുക്കാം. എന്താണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. അത് വളരെയധികം നമുക്ക് പ്രസൻറ്റേഷൻ ഫ്രണ്ട് സ്ലൈഡ് എന്നൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. നമുക്ക് പ്രസൻറ്റേഷൻ സ്ലൈഡ്സിൽ നമുക്കിപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണുന്നവർക്കൊരു അട്രാക്ഷൻ സ്ലൈഡ്സിനോട്, അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ നമ്മുടെ പ്രസൻറ്റേഷനോടൊക്കെ തോന്നിക്കാൻ നമുക്ക് സ്ലൈഡ് എങ്ങനെ അട്രാക്റ്റീവായിട്ട് വെക്കാം എന്നുള്ളത് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ അനിമേഷൻ കൊടുക്കാം. അനിമേഷൻ കൊടുത്തിട്ട് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് അനിമേഷൻ്റെ റിബണിൽ. സോ ദാറ്റ് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നെവർ ഗിവ് അപ്പ്. ഇത് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ നമുക്ക്
സ്ലൈഡ് ബേക്കിലുള്ള ഷേപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സ്ലൈഡ്സിൻ്റെ എന്താ പറയുക, പുതിയ പുതിയ ടെംപ്ലേറ്റ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.